PW3 ഉഷാകുമാരി. ഉഷാകുമാരി, അതെ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കുഞ്ഞു താമസിക്കുന്ന ഫ്ലാറ്റിലെ ജോലിക്കാരിയാ. ആ കുഞ്ഞോ? ആ കുഞ്ഞിന്റെ ഫ്ലാറ്റിൽ നിന്ന് അനുഷ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? കണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ആറാത്ത നില കുറച്ചുകൂടെ ഉറക്കെ പറയൂ. ഞാൻ ആറാത്ത നില തുടച്ചിട്ട് താഴോട്ട് പോകാൻ ലിഫ്റ്റ് കാത്തിരിക്കായിരുന്നു. അപ്പോഴാ കുഞ്ഞിന്റെ ഫ്ലാറ്റിൽ നിന്ന് ആ പെങ്കൊച്ച് ഇറങ്ങി വരണ കണ്ട് വാതിക്കലെ വെച്ച് ആ കൊച്ചു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിറങ്ങി. ലിഫ്റ്റിൽ താഴെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ലിഫ്റ്റിലുള്ള സമയം മുഴുവൻ ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഓ അല്ല, നല്ല സന്തോഷത്തിലായിരുന്നു. നിങ്ങൾ പോലീസുകാർക്ക് കൊടുത്ത മൊഴിയിൽ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ലിഫ്റ്റിനുള്ളിൽ വെച്ച് ആ കുട്ടി കരയുന്ന കണ്ടു എന്നൊക്കെയാണല്ലോ. അത് പോലീസുകാർ എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞതാണ്. വാതിലിനരികിൽ വെച്ച് ആ കുട്ടി പ്രതിയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞത് അതൊന്നും മൊഴിയിൽ കണ്ടില്ലല്ലോ. പോലീസുകാർ അതൊന്നും പറഞ്ഞു തന്നില്ലേ? ഞാൻ അത് പോലീസുകാരുടെ അടുത്ത് പറയാൻ മറന്നുപോയായിരിക്കും. ശരി, ദാറ്റ്സ് ഓൾ യുവർ ഓൺ. ഉഷ അന്ന് രാവിലെ കണ്ടപ്പോ ആ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രം ഇതല്ലേ? ആ, ഇത് തന്നെയായിരുന്നു. ഈ ഡ്രസ്സ് ആ കൊച്ചിന് നല്ല ഭംഗിയായിരുന്നു. ഉഷ ലിഫ്റ്റിൽ നിന്ന സമയത്ത് ആ കുട്ടിയുടെ ഡ്രസ്സ് കീറിയിരുന്നതായിട്ടോ ബട്ടണുകൾ പൊട്ടിയിരുന്നതായിട്ടോ കണ്ടോ? ഇല്ല, കണ്ടില്ല. കണ്ടില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നാണോ, അങ്ങനെ അല്ലായിരുന്നു എന്നാണോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ലായിരുന്നു. യുവർ ഓണർ, ഗൗതമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അനുഷയുടെ വസ്ത്രം കീറിയിരിക്കോ ബട്ടണുകൾ പൊട്ടിയിരിക്കോ അല്ലായിരുന്നു എന്നാണ് ദൃക്സാക്ഷി മൊഴി സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു? കേസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇര തന്നെ പിന്നീട് തന്റെ വസ്ത്രം മനഃപൂർവ്വം നശിപ്പിക്കുകയായിരുന്നു. യുവർ ഓണർ, വിക്ടിമിന്റെ മൊഴിക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കണം. അതിന് അത്രമേൽ യുക്തിയും വിശ്വസനീയതയും ഉള്ളപ്പോൾ മാത്രം. ബട്ട് ഹിയർ ദി എവിഡൻസ് ഓഫ് ദി പ്രോസിക്യൂഷൻ ഇസ് നോട്ട് റിലയബിൾ ആൻഡ് ഇസ് ഫുൾ ഓഫ് കോൺട്രഡിക്ഷൻസ്. എഫ്ഐആർ തന്നെ കോൺട്രഡിക്ട് ചെയ്ത സ്ഥിതിക്ക് കോടതി ഇതിനെ ഗൗരവമായി കണ്ട് എന്റെ കക്ഷി അക്വിറ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യുവർ ഓണർ, ഐ വാണ്ട് ടു റീഎക്സാമിൻ ദി വിറ്റ്നസ്. നോ യുവർ ഓണർ, പ്രോസിക്യൂട്ടർക്ക് അവസരം കിട്ടിയതാണ്. ക്രോസ് എക്സാമിനേഷനിൽ വിറ്റ്നസ് പറഞ്ഞൊരു കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി ആവശ്യമുണ്ട്. മേ കൈൻഡ്ലി അലോ മീ യുവർ ഓണർ. യു മേ പ്രൊസീഡ്. ഉഷ വസ്ത്രം നന്നായി ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അന്ന് ഈ ഷോള് ശ്രദ്ധിച്ചിരുന്നോ? ഈ ഡ്രസ്സ് ഞാൻ കുഞ്ഞു ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഈ ഷോള് ശ്രദ്ധിച്ചിരുന്നോ ഇല്ലയോ? ശ്രദ്ധിച്ച്. അഥവാ വസ്ത്രം കീറിയിരുന്നാൽ പോലും സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി ഷോൾ വെച്ചത് മറക്കില്ലേ? അങ്ങനെയാണെങ്കിൽ കീറിയിരുന്ന വസ്ത്രം ഉഷ കണ്ടിരിക്കാൻ സാധ്യതയില്ലല്ലോ, അല്ലേ? ഉഷ ആദ്യമായിട്ടാണോ കോടതിയിൽ? അതെ. കോടതിയിൽ ഉഷ പറയുന്ന ഓരോ മറുപടിക്കും, എന്തിനും ഓരോ മൂളലിന് പോലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതറിയാമോ? അതൊക്കെ അറിഞ്ഞിരിക്കണം. കോടതിയിലെ എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. കോടതിയിൽ എങ്ങനെ പെരുമാറണം, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം എന്ത് മറുപടി പറയണം, ഇതൊക്കെ മേഡം നേരത്തെ വന്നുകൊണ്ട് പറഞ്ഞു തന്നിരുന്നില്ലേ? ആ, പറഞ്ഞു തന്നായിരുന്നു. ഡിഫൻസ് സാക്ഷിയെ നേരത്തെ തന്നെ പോയി കണ്ട് നന്നായി ട്യൂട്ടർ ചെയ്തിട്ടുണ്ട് യുവർ ഓണർ. നിങ്ങളെ ഡിഫൻസ് പറഞ്ഞു പഠിപ്പിച്ചതാണോ ഇത്രയും നേരം ഇവിടെ പറഞ്ഞത്? വക്കീലെ, സാക്ഷിയെ കൂട്ടിക്കയറ്റി നിർത്തി എന്തും പറയിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാതിരിക്കല്ല കോടതി. സത്യം പറഞ്ഞ ഇവരെ കൊണ്ട് ഇത്രയെങ്കിലും പറയിപ്പിച്ചതിന് ഡിഫൻസ് പ്രശംസ അറിയിക്കുന്നുണ്ട്. ദിസ് വിറ്റ്നസ് മേ ബി ഡിക്ലൈർഡ് ഹോസ്റ്റൈൽ യുവർ ഓണർ. എന്റെ കക്ഷി മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസാണിതെന്ന് വരുത്തി തീർക്കാനുള്ള ഡിഫൻസിന്റെ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആയിട്ട് കോടതി ഇതിനെ കാണണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അടുത്ത ഹിയറിംഗ് ഒക്ടോബർ 11 വെച്ചാലോ? യെസ് യുവർ ഓണർ. നോ യുവർ ഓണർ. എന്തേ സാക്ഷിയെ ട്യൂട്ടർ ചെയ്തോണ്ട് വരാൻ ഇത്രയും സമയം പോരെ? വീട്ടിലൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. അത് താനാ വീട്ടിലല്ലേ? ഞാനത് ഓർത്തില്ല. ഈ കേസിന്റെ അടുത്ത ഹിയറിംഗ് ഒക്ടോബർ 15 വെച്ചിരിക്കുന്നു.